ഹമാസ് ഭീകരർ കൊലപ്പെടുത്തിയ 3 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്ത് ഇസ്രയേൽ പ്രതിരോധ സേന. ഒക്ടോബർ 7 ഹമാസ് കൊടും ക്രൂരതയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ഗാസ മുനമ്പിൽ നടത്തിയ സൈനിക നീക്കത്തിൽ മൃതദേഹം കണ്ടെത്തിയതായി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചു. ഒക്ടോബർ 7 ഹമാസ് ക്രൂരതയ്ക്കിരയായി കൊല്ലപ്പെട്ട 3 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെടുത്തത്. ജൊനാഥൻ സമരാനോ, ഷേ ലെവിൻസൺ, ഓഫ്ര കെയ്ദർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 3 പേരെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഹമാസ് ഭീകരർ ഗാസയിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. ഗാസ മുനമ്പിൽ ഇസ്രയേൽ പ്രതിരോധ സേന നടത്തിയ ഓപ്പറേഷനിൽ ബന്ദികളുടെ മൃതദേഹം കണ്ടെടുത്തതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചു. രാവിലെ നടക്കാനിറങ്ങിയപ്പോഴാണ് 71-കാരിയും 3 കുട്ടികളുടെ അമ്മയുമായ ഓഫ്ര കെയ്ദറിനെ ഹമാസ് ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ടാങ്ക് കമാൻഡറായിരുന്ന ഷേ ലെവിൻസന് കൊല്ലപ്പെടുമ്പോൾ 19 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 15ഓളം ഹമാസ് ഭീകരരെ കൊലപ്പെടുത്തിയ ശേഷമാണ് ആ യുവസൈനികൻ ഭീകരരുടെ കയ്യിലകപ്പെട്ടത്. ഒരു സംഗീതോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് 21-കാരനായ ജൊനാഥൻ സമരാനോ കൊല്ലപ്പെട്ടത്. അബു കബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ച് മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷമാണ് കുടുംബങ്ങളെ അറിയിച്ചത്. ഇനിയും 50 പേർ ഗാസ മുനമ്പിലെ ഭീകര സംഘടനകളുടെ കീഴിൽ ബന്ദികളായി തുടരുന്നുണ്ടെന്നാണ് കണക്കുകൾ. ഇതിൽ IDF മരിച്ചതായി സ്ഥിരീകരിച്ച 28 പേരുടെ മൃതദേഹങ്ങളും ഉൾപ്പെടുന്നു. 2014 ഗാസയിൽ കൊല്ലപ്പെട്ട ഒരു IDF സൈനികന്റെ മൃതദേഹവും ഹമാസിന്റെ പക്കലുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.